ഇങ്ങനെ കെട്ടിയാൽ മതി. അത് അഴിച്ചിട്ടിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇടണം. അല്ലേ ഭംഗി? ഇങ്ങനെ മതി. മതിയാ? അല്ല, ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നീ രേഷ്മയെ തന്നെ കാണാൻ പോകുന്നത്? അതാ ഇനി വല്ല കാമുകന്മാരും ഉണ്ടാ? എന്തൊക്കെ കാമുകൻ ഉണ്ടായിക്കൂടെ? ഞാൻ സുന്ദരിയില്ലേ? സുന്ദരിയൊക്കെ തന്നെ. നോക്ക് നോക്ക്, ഈ സ്റ്റൈൽ എങ്ങനെയുണ്ട്? കൊള്ളാം. അതെങ്ങനെ? അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നോട് ആ ഹതഭാഗ്യവൻ ആരാണെന്നൊന്ന് പറയണം. എന്തിനാ? വേറൊന്നുമല്ല, ഈയിടയ്ക്ക് ബാങ്കിൽ ഒരാൾ സ്ഥലം മാറി വന്നായിരുന്നു, ഒരു പെൺകുട്ടി. കാണാൻ തരക്കേടില്ല, എന്നെ ഒരു നോട്ടം ഉണ്ടാകുന്നൊരു ഡൗട്ട്. വേദനിക്കാനാണോ? പിന്നല്ലാണ്ട്. അപ്പൊ സ്നേഹം വന്നാലോ? ഒന്നുമില്ല. അങ്ങനെ പറയല്ലേ, ഇങ്ങ് വാ. സ്നേഹം വന്നാ നീ എന്ത് പറ. അതെങ്ങനെ കാണിക്കും? നമുക്ക് പോകാൻ സമയമില്ല. എടി എവിടെന്ന് വെച്ചാ പറ, ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഏട്ടൻ ഇറങ്ങാൻ ലേറ്റ് ആവും. ഞാനേ മറ്റേ രേഷ്മയുടെ മോളില്ലേ, അവളും ഉണ്ടെന്നാ പറഞ്ഞേ. അവരാ റോയൽ ഐസ്ക്രീമിന്റെ മുമ്പിൽ നിൽക്കുക അത്രേ. ഞാൻ വേഗം പോയിട്ട് ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോയിട്ട്. ഓക്കെ ബാഗും ഫോണൊക്കെ എവിടെ? മോളെ, മോളും പുറത്ത് പോകണുണ്ടാ? അമ്മയുടെ പ്രഷറിന്റെ ഗുളിക വാങ്ങാനല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. അതല്ല, സിന്ദൂരം ഇട്ടോണ്ട് എപ്പോഴും പുറത്തോട്ട് പോണോന്ന് ഞാൻ പറയാറില്ലേ? അതില്ലമ്മ, അമ്മക്ക് മനസ്സിലായില്ലേ? സിന്ദൂരം തൊടൂല, താലിമാല കാണിക്കൂല, എന്നാലല്ലേ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് അറിയിക്കാൻ പറ്റുള്ളൂ. മരച്ച താടിയും വെട്ടിത്തരാൻ മട്ടൻ്റെ അടുത്തേക്ക് വാട്ടാ, ഇതിനുള്ള മറുപടി ഞാൻ അപ്പം തരാം. എടി മോളെ, സിന്ദൂരവും താലി മാലയൊക്കെ ഇട്ടിട്ടുള്ള ഫാഷൻ മതി. അതിനേക്കാൾ കൂടുതലുള്ള ഒരു പ്രൊട്ടക്ഷന് ഒരു പെണ്ണിനും കിട്ടാനില്ല. ദേ അമ്മേ, ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടോ? കണ്ടില്ലേ അമ്മ? ബൈനോക്കുലർ വേണം. ഏട്ടാ വേണ്ടാട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ എന്നാ. ശരി. ചേട്ടാ, മറ്റേ ബില്ല് ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതി. ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം. രേഷ്മ, രേഷ്മ എന്താ ഇവിടെ? അതെ, ഹസ്ബൻഡിന്റെ അമ്മ സുഖമില്ലാതെ അഡ്മിറ്റ് ആയിട്ട് 2 ദിവസമായി ചേട്ടാ. ഞാൻ അവിടെ പോയിട്ട് വീട്ടിലേക്ക് പോവാൻ നിൽക്കുക. ചേട്ടൻ എന്താ ഇവിടെ? അല്ല, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേട്ടാ, സുഖമായിട്ട് വരുന്നു. ഞാനിന്നാ പോട്ടെ, അവിടെയാണ് ബസ് നിൽക്കണേ ചേട്ടാ. പോട്ടെ. ശരി. നീ എവിടെയാ? ഞാൻ രേഷ്മയുടെ വീട്ടിലാ. രേഷ്മയുടെ എവിടെയാ? എന്താ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഹലോ,
ബാങ്കിൽ പോയില്ലേ? ഇത് നല്ല ക്ഷീണം അമ്മ, തലവേദനയുണ്ട്. ഇവിടുന്ന് പോകുന്നവരൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഡോക്ടറെ കാണിച്ചാ നീ? ഇല്ല, അതിനു വേണ്ടിയൊന്നുമില്ല. വാ വന്ന് കിടക്ക്, ഞാൻ ചായ ഇട്ട് തരാം. വേണ്ട, ഒന്ന് കുളിച്ചാൽ മാറും. എടാ ഈ നട്ടുച്ചക്കേ വാ വാ. അല്ല, ചായ കേട്ടോ. എന്തത്? എന്തടാ നിനക്കിന്ന് വല്ല ടെൻഷനും ഉണ്ടാ? ഒന്നുമില്ലമ്മ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു തലവേദന. അവള് വിളിച്ചായിരുന്നോ? ആര്? ഗോപിക. അവള് ഗോപികെ? നീ അങ്ങനെയല്ലല്ലോ അവളെ വിളിക്കണത്. ഇതെന്തോ പുതുമ? നിങ്ങൾ തമ്മിൽ വല്ല സൗന്ദര്യ പിണക്കം ഉണ്ടായിരുന്ന? പറ. ആരും നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. അവൾ ഇവിടെ നിന്ന് എവിടെ പോകണമെന്നും പറഞ്ഞാ പോയത്. ഇത് നല്ല കൂത്ത്. നിന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേടാ അവൾ പോയത് രേഷ്മയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട്? ഒരു പുതുമ. എന്താടാ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നീ നേരത്തെ വന്നാങ്ങിയ ആട്ടേന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഏട്ടന്ന് ബാങ്കിൽ പോയില്ലേ? എടി പോയി. അവൻ നല്ല തലവേദനയെന്ന് പോയിട്ട് അവൻ തിരിച്ചു വന്നു. അയ്യോ ആണോ? നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് നിന്ന് ഡ്രസ്സ് മാറ്റി ആഹാരം എടുത്ത് വെച്ച് കഴിക്കും, ചോറ് എടുത്ത് വെച്ച് കഴിക്കും, അവനും കൂടെ കൊടുക്ക്. വേണ്ടമ്മേ, രേഷ്മ നിർബന്ധിച്ചപ്പോ ഞാൻ അവിടെ ഫുഡ് കഴിച്ചു. നല്ല തലവേദന ഉണ്ടാട്ടോ. ഏട്ടാ ബാങ്കിൽ പോഞ്ഞ് അറിഞ്ഞൂടെ എന്താണ്? എന്തോന്ന്? ഒരു ടെൻഷനും എടുക്കണ്ട. തലവേദന ആയതുകൊണ്ടായിരിക്കും. നീ പോയി എന്തെങ്കിലും വിക്സോ ബാമ എന്തെങ്കിലും പുരട്ടി കൊടുക്കും. പോ. ഏട്ടാ, ഏട്ടന് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? അമ്മ പറഞ്ഞല്ലോ ഒന്നും കഴിച്ചില്ല എന്ന്. കഴിയാൻ തോന്നിയില്ല. എന്താ, വിശപ്പില്ലേ? ഇല്ല. ഈ വിശപ്പില്ലായ്മയുടെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. എനിക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ ഏട്ടാ. അതൊക്കെ ഓരോ തോന്നലുകളല്ലേ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന ഏട്ടാ? എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്തിന്? അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ ഇന്ന് ഉച്ചഭക്ഷണം എവിടെ നിന്നാ കഴിച്ചെന്ന് പറഞ്ഞേ? അത് രേഷ്മയുടെ വീട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലേ, അവള് നിർബന്ധിച്ചപ്പോ കഴിച്ചതാ. അല്ല, രാവിലെ ഐസ്ക്രീം പാർലറിൽ പോകുന്നു, അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞു? ഞാൻ അവിടെ പോയതായിട്ടാ. അപ്പോഴേക്കും അവർ മടങ്ങി. അതാ ഞാൻ നേരെ വീട്ടിൽ പോയേ. എന്നിട്ട് അവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പൊ ടൗണിലോട്ടൊന്നും പോകേണ്ടി വന്നില്ല അല്ലേ? ഇല്ല. എന്താ ഏട്ടാ? ഒന്നുമില്ല. ഏട്ടാ എന്ത് പറ്റി? ഒന്നുമില്ല, നീ കിടന്നോ.
ഏട്ടൻ ഇന്നലെ പോയ ഉടനെ തിരിച്ചു വന്നോ? ആ വന്നല്ലോ, നീ വരുന്നതിന് തൊട്ട് മുന്നേ വന്ന്. എന്തടി? എന്തോ ടെൻഷനുള്ള പോലെ. ആ ബാങ്കിൽ പൈസയുടെ ഇടപാടല്ലേ എപ്പോഴും, ടെൻഷൻ ഇല്ലാതിരിക്കും അവന്. എന്തോ ഭയങ്കര ഗൗരവം. ഏട്ടൻ സാധാരണ അങ്ങനെ അല്ലല്ലോ. അത് എൻ്റെ അടുത്ത് ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. വന്ന നേരം തൊട്ട് അവന് തലവേദന എന്ന് പറഞ്ഞ് മുറിക്കകത്ത് കയറി കിടക്കായിരുന്നു. ഞാൻ എന്ത് ചോദിച്ചിട്ടും പറയുന്നില്ല, ചായ ഇട്ട് കൊടുത്തിട്ടും അവൻ കുടിക്കലില്ല. എനിക്കെന്തോ ടെൻഷൻ പോലെ. എന്തിര്? മനസ്സിലുള്ളതൊന്നും തുറന്ന് പറയുന്ന പ്രകൃതമല്ല അവൻ്റെ എന്ന് നിനക്ക് പണ്ടേ അറിഞ്ഞൂടെ? അതങ്ങോട്ട് കഴുകിയിട്. അമ്മേ, ഞാൻ പോന്നേ. എങ്ങോട്ട് പോണത്? വല്ലതും കഴിച്ചിട്ടേ പോണത്? എനിക്ക് വേണ്ട, ഇന്ന് തിരക്കുണ്ട്. വേണ്ടെന്നാ? മര്യാദക്ക് എടുത്ത് കഴിച്ചിട്ട് പോ. എടുത്ത് കൂടെ നീ. ഇന്നലെ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടാക്കണതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കുമെന്ന് വിചാരിക്കണം. അമ്മേ, ഇന്ന് എനിക്കും വേണ്ടേ, ഞാൻ ചിലപ്പോ പുറത്തു പോകും. വേണ്ടെന്നാ? ഇന്നലെ ഒന്നും കഴിച്ച്. എവിടെ? രേഷ്മയുടെ അടുത്ത്. ഇന്നലെ കണ്ട അതേ രേഷ്മയുടെ അടുത്താണ്. ഇതെന്തോന്ന് പറയണത്? അമ്മ മിണ്ടാതിരി, ഞാൻ അവളുടെ അടുത്താ ചോദിച്ചേ. പറയടി, ഇന്നലെ നീ എവിടെ പോയത്? ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ടല്ലേ പോയെന്നല്ലേ. എവിടെ? ഇവിടെ അവള് പറഞ്ഞില്ലേ രേഷ്മയുടെ വീട്ടിലാണ്. നീ എന്തിനാ അമ്മയെ നോക്കുന്നേ? രേഷ്മയുടെ ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറ. രേഷ്മയുടെ വീട്ടില്. ഇവനിത് എന്തോന്നിത്? അമ്മയ്ക്ക് ഒരു കാര്യം അറിയാമോ? ഇവിടെ ഈ രേഷ്മ 2 ദിവസമായിട്ട് ഇവിടെ ഇല്ല. അവളെ ഹസ്ബൻഡിന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. പിന്നെ ഇവിടെ ഏത് രേഷ്മയെ കാണാൻ പോയെന്ന് അന്വേഷിച്ചു പറയണത്. നീ ഇതെന്തോന്ന് പറയണത്? അമ്മ, ദിനേശ് ചേട്ടന്റെ അമ്മ ഹോസ്പിറ്റലാന്നുള്ള സത്യം തന്നെയാ. പക്ഷെ രേഷ്മയെ കാണാൻ തന്നെയാ പോയത്. എവിടെ? അവളുടെ വീട്ടില്. എടി, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ തോന്നുന്നത്? ആ ഐസ്ക്രീം പാർലറിന്റെ ഫ്രണ്ട് നിന്നിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോഴാ നീ ഒരു ചെറുക്കനായിട്ട് കൊഞ്ചിക്കോഴാണ് കണ്ടത്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇവൾ എന്താ പറഞ്ഞെന്നറിയാമോ? അവള് രേഷ്മയുടെ വീട്ടിലാണെന്ന്. നിർത്തടാ. അമ്മ പറ, പിന്നെ ഞാൻ ഇവളെ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ഇന്നും അവനെ കാണാൻ തന്നെ അവൾക്ക് പോണോ? എന്തോ മോളെ ഇവൻ പറയണത്? ഇന്നലെ നീ രേഷ്മയെ കാണാനല്ലേ പോയത്? അത് അവിടെ കിടന്ന് ഉള്ളിൽ കളിക്കണ കണ്ട. ഇതുപോലെ എത്ര എണ്ണം ഉണ്ടെന്ന് ആർക്കറിയാം? വായിന്ന് ഓരോന്ന് വീണ് കഴിഞ്ഞാലേ പിന്നെ അത് തിരിച്ചെടുക്കാൻ പാടാണ് കേട്ടാ. സംശയം കൊണ്ട് ഇറങ്ങിയിരിക്കണം. എനിക്ക് എവിടെ വിശ്വാസം? മോള് പറ. സത്യമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. അവൾക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ രക്ഷിക്കാൻ വേണ്ടി ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ രക്ഷിക്കാൻ നീ ആരടി? ദൈവോ? മോള് പറ. അമ്മ, അവളെന്നോടൊരു സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആരോടും പറയരുത്. ഞാൻ എന്റെ പൊന്നു മോളെ, അതിനേക്കാളും വലുതല്ലേടി നിന്റെ ജീവിതം. അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, അവളുടെ ദിനേശ് ചേട്ടൻ ഭയങ്കര ചൂടനാ, എപ്പോഴും വഴക്കും അടിയടി മാത്രാന്ന്. അവള് ഈ അടുത്ത കാലത്ത് ഒരു ശരത്തെന്ന് കൊണ്ടൊരു പയ്യനായിട്ട് അടുപ്പത്തിലായി. അവൻ്റെ കയ്യിലാണെങ്കിൽ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് അവളുടെ. അപ്പം അവനിപ്പോൾ 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുക. ഇല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും അത്ര. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവൾക്കാകെ ടെൻഷനായിട്ട് അവളെൻ്റെ ഹെൽപ്പ് ചോദിച്ചതാ. ഞാൻ അതിന് സംസാരിക്കാൻ വേണ്ടി പോയതാ. സത്യമായിട്ടും അവള് പറയണ കേട്ടാ? എന്തോന്ന് കേട്ടാന്ന്? അമ്മ ഇതൊക്കെ കേട്ടാ വിശ്വസിക്കായിരിക്കും. എനിക്കതൊന്നും വേണ്ട. മിഠായിടാ. മോളൊരു കാര്യം ചെയ്, അവളെ വിളിക്ക്. അവള് ഹോസ്പിറ്റലിലാന്നേ. അതിനെന്ത്? നീ വിളിക്ക്. ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ വിളിക്ക്. ലൗഡ് സ്പീക്കറിലിട്ട് അവന് കേൾപ്പിച്ചോട്. ഇവിടെ ഒരു സംശയ രോഗമായിട്ട് അവൻ ഇറങ്ങിയിരിക്കുന്നു. സമാധാനമായിട്ട് വിളിക്കും. പറയടി. ഇല്ല ഇല്ല മോളെ, ഞാനേ അമ്മയാ, ഗോപികയുടെ അമ്മയാ. എന്താ അമ്മേ? എടി, ഇവിടെ നിന്നെ സഹായിക്കാൻ വന്നിട്ട് എവളെ ജീവിതം ആകെ വഴിമുട്ടി നിൽക്കുകയാണേ. എന്നെ സഹായിക്കാനോ? എന്താ അമ്മ പറയുന്നത്? ഏതോ ഒരു പയ്യൻ, എന്തോ ശരത്തെന്നോ എന്തോ ഉള്ള ഒരു പയ്യൻ എന്തോ ഫോട്ടോസ് എങ്ങാണ്ട് നിന്നെ കാണിക്കുമെന്നോ, നിന്റെ ഭർത്താവിനെ കാണിക്കും, ദിനേശിനെ കാണിക്കുമെന്നോ എന്തൊക്കെയോ പറഞ്ഞു. 2 ലക്ഷം രൂപ കൊടുക്കും. എടി, 2 ലക്ഷം രൂപ എന്തോ കൊടുക്കുമെന്ന് എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ക്ലിയർ ആയിട്ട്. എന്താ അമ്മ പറയണത്? ഏത് ഫോട്ടോ? മുത്തു മതി, ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ല.
എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങിക്കോ. ഏട്ടാ ഞാൻ പറയണത് സത്യം ഒന്ന് നീ ഇനി ഒന്നും മിണ്ടണ്ട. വിശ്വസിക്കേട്ടാ. മോളെ എന്ത് വട്ടാന്ന് നോക്കിക്കൊണ്ട് നീ കാണിച്ചു. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് തൊട്ടടാ അങ്ങോട്ട്. മോളെ എടി മോളെ തുറക്ക്. തട്ടാൻ മോളെ തുറക്കണതുമല്ല തുറക്കാൻ. എന്തെങ്കിലും ഒപ്പിച്ച് വെക്കോന്ന് ഇടാൻ നോക്കിക്കൊണ്ടിരിക്കാതെ കൂടെ തൊട്ടണോ മോളെ? എനിക്ക് വയ്യ. ഇത് തുറക്ക്, ഇത് തുറക്കാൻ. അമ്മ ഇതാ ഞാൻ പറഞ്ഞ ഷർത്ത്. എടാ എന്റെ വീട്ടിന്റെ മുറ്റത്തെങ്ങാനും നീ കയറിയാ നിന്റെ കാല് ഞാൻ അടിച്ചോടിക്കും. ഞാൻ പറഞ്ഞിട്ടാ ഷർത്ത് വന്നത്. എന്റെ കാമുകനെ നിങ്ങൾക്ക് കാണണ്ടേ? ഇവിടെ ആർക്കും ആരെയും കാണണ്ട. നിങ്ങൾക്ക് തമ്മിൽ എന്തോ ആവാം, പക്ഷെ അത് വീടിന്റെ പുറത്ത്. ഞാൻ നിങ്ങളോട് ബഹളം വയ്ക്കാനൊന്നും അല്ല വന്നത്. തന്നെ ഇവിടെ ആർക്കും കേൾക്കണ്ട. താൻ ഈ കോമ്പൗണ്ട് പുറത്തു പോയേ. മിണ്ടായില്ലേടാ, അവൻ ഇവിടെ വരെ വന്നതല്ലേ, അവന് പറയാനുള്ളത് പറയട്ടെ. ഞാൻ കാരണം നല്ലൊരു കുടുംബം അനാഥായി പോകണ്ടെന്ന് ഇവർ വിളിച്ച് പറഞ്ഞിട്ട് വന്നതാ. അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ നമ്മൾ തമ്മിൽ ഒന്നുമില്ല അല്ലേ? നീ പോയേ. ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും രേഷ്മയും തമ്മിലുള്ള പ്രശ്നം സംസാരിക്കാൻ വന്നതാ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോൺ നോക്കിക്കോ. ഇതിൽ ഞാനും രേഷ്മയായിട്ടുള്ള 100 കണക്കിന് തെളിവ് ഇതിലുണ്ട്. വേണ്ട മോനെ, കാണണ്ട, നീ പൊയ്ക്കോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്തായാലും എനിക്കൊന്നുമില്ല. അമ്മ ഞാൻ പോട്ടെ. നില്ല മോളെ. എടാ നീ അവളോട് പറഞ്ഞതിനെല്ലാം മാപ്പ് പറയടാ, പറയടാ അങ്ങോട്ട്. വേണ്ട ഏട്ടാ, എന്തിനാ? ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കുള്ളൂ. സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ വേണം. ഏതൊരു ആപത്ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ആളായിരിക്കണം ആത്മാർത്ഥ സുഹൃത്ത്. രേഷ്മേനെ പോലുള്ള ആൾക്കാരൊന്നും
യഥാർത്ഥ സുഹൃത്തുക്കളല്ല. ഈ ഒരു സംഭവം കൊണ്ട് അതെനിക്ക് മനസ്സിലാക്കി പറ്റിയല്ലോ. അതെന്നെ വലിയ ഭാഗ്യം. പോട്ടെടാ, പോട്ട്.